വീണ്ടും മനസ്സമ്മതം ഭാഗം 4. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. റിസപ്ഷൻ്റെ തിരക്കുകളിലേക്കാണ് കുന്നത്തി വീട്ടിൽ പിറ്റേന്നുള്ള പുലരി ഉണർന്നത്. തലേ ദിവസം രാത്രി വിനയിൻ്റെ ഫോണിൽ കണ്ട ആ മെസ്സേജ് മെറിൻ്റെ ഉള്ളിൽ ഒരു തീക്കനലായി കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ കണ്ണുകൾ വല്ലാതെ കലങ്ങിയിരിക്കുന്നത് കണ്ട് അവൾക്ക് തന്നെ സങ്കടം തോന്നി. എങ്കിലും നാൻസിയുടെ കൂടെ അന്നത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുമെല്ലാം ഉള്ളിലെ സങ്കടം ഒതുക്കിക്കൊണ്ട് അവൾ ഉന്മേഷത്തോടെ നിന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഏകദേശം 3 മണിയായപ്പോൾ നാൻസി അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു. അവളെ റിസപ്ഷന് വേണ്ടി ഒരുക്കാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. നാൻസി കൊടുത്ത ആ പർപ്പിൾ പട്ടുസാരി ഭംഗിയായി നുറിഞ്ഞെടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്തു കൊടുത്ത മിനുക്കുപണികളുമായി അവൾ ഭംഗിയായി ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നെ അവളെ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സുന്ദരിയായി മാറിയിട്ടുണ്ട്. എങ്കിലും ആ സുന്ദരമായ മുഖത്തിന് പിന്നിൽ ഒരു വലിയ സങ്കടക്കടൽ ഇരമ്പൊന്നുണ്ടായിരുന്നു. പക്ഷേ അതാരും തന്നെ അറിഞ്ഞില്ല എന്നു മാത്രം. ഹിൽ പാലസിലെ ആഡംബരങ്ങൾ വിവരണാതീതമായിരുന്നു. പർപ്പിൾ നിറത്തിലുള്ള ഓർക്കിഡ് പൂക്കളും വെളുത്ത ലില്ലികളും കൊണ്ട് സ്റ്റേജ് നല്ല ഭംഗിയിൽ ഒരു ഉദ്യാനം പോലെ അലങ്കരിച്ചിരുന്നു. ആകാശത്തു നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് പോലെയുള്ള കൂറ്റൻ ക്രിസ്റ്റൽ ഷാൻഡിലിയറുകൾ ഹാളിലെ പ്രകാശത്തെ 1000 നക്ഷത്രങ്ങളായി ചിതറിത്തെറിപ്പിച്ചു. വൈകുന്നേരം 4 മണിയോടെ തന്നെ വിനയിൻ്റെ വീട്ടുകാർ അവിടെ എത്തിച്ചേർന്നു. വിനയ് ഇന്ന് അതിമനോഹരമായ ഒരു ബ്ലാക്ക് സ്യൂട്ടിലായിരുന്നു. അവൻ ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴും മെറിൻ സ്റ്റേജിൻ്റെ ഒരു വശത്തിരുന്നു. മോളെ വാ, നമുക്ക് സ്റ്റേജിലേക്ക് കയറാം. വിൽസൺ പപ്പ വന്ന് വിളിച്ചപ്പോൾ അവൾ യന്ത്രത്തെ പോലെ എഴുന്നേറ്റു. വിനയിൻ്റെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറുന്ന ഓരോ പടികളിലും മെറിൻ തൻ്റെ ശ്വാസം അടക്കി പിടിച്ചു. പ്രമുഖരായ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ടായിരുന്നു. വിനയ് എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. മെറിനും ഒരു പാവയെപ്പോലെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ചിരിച്ച് കവിളുകൾ വേദനിച്ചു. മണിക്കൂറുകൾ ഒരേ നിൽപ്പ് തുടർന്നപ്പോൾ അവളുടെ കാലുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. വലിയ ഹീലുള്ള ചെരുപ്പിട്ടതുകൊണ്ട് അവൾക്ക് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ പറഞ്ഞതനുസരിച്ച് ഇടക്കവൾ വിനയിൻ്റെ തോളിലേക്ക് ചായേണ്ടി വന്നു. ആ നിമിഷം ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിമറിഞ്ഞപ്പോൾ അവൾ അറിയാതെ കണ്ണുകളടച്ചു. തൻ്റെ പ്രണയത്തിന് പകരമായി തൻ്റെ വീട്ടുകാർ തന്നെ അരികിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? തന്നോട് സ്നേഹമുള്ളവനാണോ, അതോ തന്നെ വെറും ഒരു പ്രദർശന വസ്തുവായി കാണുന്നവനാണോ? അവളുടെ ചിന്തകൾ ഒരു ഉത്തരം കിട്ടാതെ അലഞ്ഞു തുടങ്ങി. ഇതിനിടയിലാണ് മെറിൻ്റെ വീട്ടുകാരെത്തിയത്. അലക്സും ഡേസിയും ആൽബിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഡേസി അവളുടെ അടുത്തേക്ക് വന്ന് രഹസ്യമായി ചോദിച്ചു, എന്താണ് മോളെ, നിനക്ക് കുഴപ്പമില്ലല്ലോ? മെറിൻ ഒന്നും മിണ്ടാതെ വെറുതെ ഒന്ന് തലയാട്ടി, ഒന്ന് കഷ്ടപ്പെട്ട് ചിരിച്ചു. അലക്സ് പപ്പയുടെ കണ്ണുകളിൽ നിന്നും ആ വിജയഭാവമായിരുന്നു. ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് മകളെ കെട്ടിച്ചയച്ചതിലുള്ള അഹങ്കാരം. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഫാമിലി പിക്ക് ഒരുപാടെടുത്തു. റിസപ്ഷൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കേക്ക് കട്ടിങ്ങിന് വേണ്ടി 5 തട്ടുകളുള്ള മനോഹരമായ കേക്ക് സ്റ്റേജിൻ്റെ നടുവിലേക്ക് എത്തിച്ചു. പൂക്കളാൽ അലങ്കരിച്ച ആ കേക്കിന് മുന്നിൽ വിനയിനൊപ്പം നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് കണ്ണുകൾ തങ്ങളെ തന്നെ ഉറ്റുനോക്കുകയാണെന്ന് മെറിൻ അറിഞ്ഞു. വിനയ് അവളുടെ കൈകളിൽ ചേർത്തു പിടിച്ച് കത്തി താഴ്ത്തി. കേക്ക് മുറിക്കുമ്പോൾ വെള്ളിപ്പൂക്കൾ പോലെ കൺഫെറ്റികൾ അവർക്ക് മുകളിൽ വർഷിച്ചുകൊണ്ടിരുന്നു. ഒരു ചെറിയ കഷ്ണം കേക്ക് വിനയ് അവളുടെ ചുണ്ടുകളിലേക്ക് വെച്ച് നീട്ടിയപ്പോൾ ചുറ്റും കരഘോഷങ്ങൾ മുഴങ്ങി. ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിമറഞ്ഞ ആ നിമിഷം താൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ വധുവാണെന്ന് കാണികൾ കരുതി കാണുമെന്ന് അവൾ ഓർത്തു. പക്ഷേ ആ മധുരത്തിന് പോലും അവളുടെ ഉള്ളിലെ കയ്പിനെ മാറ്റാൻ കഴിഞ്ഞില്ല. അവളുടെ മുഖം പുച്ഛം കൊണ്ട് ഒന്ന് കോടിപ്പോയി. പക്ഷേ അവളത് ആരും കാണാതെ ഒളിപ്പിച്ചു. ഫുഡിൻ്റെ ഏരിയയിൽ വിഭവങ്ങളുടെ ഒരു മേളമായിരുന്നു. 100-ലധികം ഐറ്റങ്ങൾ. ഓരോ കൗണ്ടറിലും യൂണിഫോം ഇട്ട കാറ്ററിംഗ് സർവീസിലെ ചെക്കന്മാർ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ആളുകൾ വിനയിനെയും മെറിനെയും അഭിനന്ദിച്ചുകൊണ്ട് കടന്നുപോയി. ഇതിനിടയിൽ വിനയിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ സ്റ്റേജിലേക്ക് കയറി വന്നു. വിനയ് അവരെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ മെറിൻ ഒരാളെ ശ്രദ്ധിച്ചു. ഉയരം കുറഞ്ഞ സ്റ്റൈലിഷായി വസ്ത്രം ധരിച്ച ഒരാൾ. മെറിൻ, ഇത് രോഹിത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വിനയ് അവനെ വളരെ സ്വാഭാവികമായി മെറിനെ പരിചയപ്പെടുത്തി. ആ പേര് കേട്ടപ്പോൾ മെറിൻ്റെ ഉള്ളിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെ തോന്നി. രോഹിത്, ഫോണിൽ മെസ്സേജ് അയച്ച അതേ ആൾ. അവൻ മെറിനെ നോക്കി വളരെ മാന്യമായി ചിരിച്ചു. കൺഗ്രാറ്റുലേഷൻസ് മെറിൻ, യു ആർ ബ്യൂട്ടിഫുൾ. വിനയ് ഈസ് എ ലക്കി മാൻ. അവൻ്റെ വാക്കുകളിൽ എവിടെയോ ഒരു പരിഹാസം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അവൾ സംശയിച്ചു. വിനയിൻ്റെ മുഖത്തപ്പോൾ ഒരു തരം പരവേശം പടരുന്നത് അവൾ കണ്ടു. അവർ രണ്ടാളും തമ്മിൽ കൈമാറിയ ആ നോട്ടത്തിൽ തനിക്കറിയാത്ത എന്തോ ഒന്നുണ്ടെന്ന് അവൾക്കുറപ്പായി. അവളുടെ മനസ്സപ്പോൾ കാരണമറിയാതെ ഒന്ന് അസ്വസ്ഥമായി. രാത്രി വൈകുവോളം ആഘോഷങ്ങൾ തുടർന്നു. 10 മണിയോടെ പരിപാടികൾ അവസാനിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞവർ വീട്ടിലേക്ക് തിരിച്ചു. കാറിലിരിക്കുമ്പോൾ വിനയ് വല്ലാതെ സൈലൻ്റായിരുന്നു. അവൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതവൻ അറ്റൻഡ് ചെയ്തില്ല. വീട്ടിലെത്തിയ ഉടനെ വിനയ് തിടുക്കത്തിൽ മുറിയിലേക്ക് പോയി വസ്ത്രം മാറി വന്നു. മെറിൻ ആഭരണങ്ങൾ അയച്ചു മാറ്റുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു, മെറിൻ, എനിക്കൊരു അർജൻറ്റ് മാറ്റർ ഉണ്ടായിരുന്നു. ഞാനൊന്ന് പുറത്തു പോയിട്ട് ഇപ്പോൾ വരാം. നീ എന്നെ വെയിറ്റ് ചെയ്യണ്ട, ഉറങ്ങിക്കോളൂ. അവൻ വല്ലാത്തൊരു ധൃതിയിൽ ഇറങ്ങാൻ തുടങ്ങി. വിനയ്,
ഈ പാതിരാത്രിയിൽ എങ്ങോട്ടാണ്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെറിൻ ചോദിച്ചു. ഏയ്, അതൊക്കെ പിന്നെ പറയാം, നീ പേടിക്കണ്ട. അവൻ അവളുടെ മറുപടിയൊന്നും കേൾക്കാൻ കാത്തു നിൽക്കാതെ കാറെടുത്ത് പുറത്തേക്ക് പോയി. മെറിൻ തളർച്ചയോടെ കട്ടിലിലിരുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് റിസപ്ഷൻ്റെ തിരക്കുകൾക്കിടയിൽ രോഹിത്തിനോട് വിനയ് രഹസ്യമായി എന്തോ സംസാരിക്കുന്നത് അവൾ കണ്ടിരുന്നു. അവൾ അവരറിയാതെ വാച്ച് ചെയ്തിരുന്നു. റിസപ്ഷന് ശേഷം രോഹിത്തിനെ കാണാൻ എത്താൻ പറഞ്ഞുകൊണ്ട് ഇന്നലെ അവൻ അയച്ച മെസ്സേജ് അവൾ ഓർത്തപ്പോൾ അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ പതുക്കെ എഴുന്നേറ്റ് ഡ്രസ്സ് എടുക്കാൻ അലമാര തുറന്നു. തൻ്റെ ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ ഒരു ഫോട്ടോ ഫ്രെയിം അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾ അത് എടുത്തു നോക്കി. വിനയും രോഹിത്തും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നു, ഫോർ എവർ യുവേഴ്സ്. മെറിൻ്റെ ശ്വാസം നിലച്ചു പോകുന്നതായി അവൾക്ക് തോന്നി. ആ വാക്കുകളുടെ അർത്ഥം എന്തായിരിക്കും? വിനയ് സ്വന്തം താല്പര്യപ്പെട്ടല്ലേ തന്നെ വിവാഹം കഴിച്ചത്? ഈ വിവാഹം വെറുമൊരു നാടകമായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ആ ഫോട്ടോയിലേക്ക് വീണു. അതേ നിമിഷം അവളുടെ മനസ്സിലേക്ക് താൻ ഒട്ടും ഓക്കെ അല്ലാതെയല്ലേ ഈ വിവാഹത്തിന് നിന്നുകൊടുത്തത്? പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അവൾക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ജോബിയെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആവണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഇനി തൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് അവൾക്കൊരു ഊഹവും കിട്ടിയില്ല. പുറത്ത് കാറ്റ് വല്ലാതെ വീശുന്നുണ്ടായിരുന്നു. മെറിൻ ആ ഫോട്ടോ അവിടെ തന്നെ വെച്ചു. കട്ടിലിൻ്റെ താഴെ അവൾ തളർന്നിരുന്നു. തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന് അവൾക്ക് ഒരു രൂപവുമില്ലായിരുന്നു. വിനയിൻ്റെ രഹസ്യം അവളുടെ ജീവിതത്തെ തകർക്കാൻ പോകുന്ന ഒന്നാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഈ സമയം ദൂരെ തൻ്റെ ഹോസ്റ്റലിൽ ജോബിൻ മെറിനെ ഓർത്ത് കിടക്കുകയായിരുന്നു. ഇന്ന് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ റിസപ്ഷനാണെന്ന് കേട്ടിരുന്നു. അവൾ ഒരുപാട് സന്തോഷത്തിലായിരിക്കും. അവളിപ്പോൾ എന്നെ ഓർക്കുന്നുകൂടി ഉണ്ടാവില്ല, അവൻ സ്വയം പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവൾ ഒരു വലിയ ചതിക്കുഴിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ആ പാപം അറിഞ്ഞില്ല. മെറിൻ ആ ഫോട്ടോ കണ്ട ഷോക്കിൽ തളർന്നിരുന്ന ആ ഇരിപ്പ്. സമയം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. ഏകദേശം 2 മണിയായപ്പോൾ താഴെ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വിനയ് തിരിച്ചെത്തിയിരിക്കുന്നു. മെറിൻ വേഗം എഴുന്നേറ്റ് കണ്ണുനീർ തുടച്ചു. ഫോട്ടോ ഫ്രെയിം പഴയതുപോലെ അലമാരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. കട്ടിലിൽ വന്നിരുന്നു. പതുക്കെ വാതിൽ തുറന്ന് വിനയ് അകത്തേക്ക് വന്നു. അവൻ്റെ മുടി ചിതറിക്കിടക്കുന്നുണ്ട്. മുഖം വല്ലാതെ വിളറിയിരുന്നു. മെറിനെ നോക്കാൻ പോലും അവന് കഴിയുന്നില്ലെന്ന് തോന്നി. അവൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ അയച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. നീ ഉറങ്ങിയില്ലേ മെറിൻ? അവൻ പതുക്കെ ചോദിച്ചു. ഇല്ല, ഉറക്കം വന്നില്ല. വിനയ് വന്നില്ലല്ലോ എന്ന് കരുതി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ശ്രമിച്ചു. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. രോഹിത്തിനൊരു പ്രോബ്ലം, അതൊന്ന് സോൾവ് ചെയ്യാൻ പോയതാ. അവൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് കയറി കിടന്നു. ആ രാത്രി അവർക്കിടയിലെ മൗനം നീളമുള്ളതാണെന്ന് മെറിന് തോന്നി. വിനയ് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിന് ഒരു താളവുമില്ലായിരുന്നു. മെറിൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്ന് കണ്ണുകളടച്ചു. പക്ഷേ അവളുടെ കൺമുന്നിൽ ആ ഫോട്ടോയിലെ വാചകങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഫോർ എവർ യുവേഴ്സ്. നാളെ വിരുന്നിന് പോകേണ്ടതാണ്. എല്ലാവരുടെയും മുന്നിൽ വീണ്ടും ചിരിച്ചഭിനയിക്കണം. തൻ്റെയും വിനയിൻ്റെയും ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ നിഗൂഢമായ മതിലിനെ തകർക്കാൻ തനിക്ക് കഴിയുമോ? അതോ താൻ ഈ ചതിക്കുഴിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ ശ്വാസം മുട്ടി കഴിയേണ്ടി വരുമോ? ഉറക്കം വരാതെ ഇരുട്ടിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ജോബിച്ചായൻ്റെ മുഖം ഒരിക്കൽ കൂടി മിന്നിമറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആ പ്രണയമായിരുന്നുവെന്ന് അവളിപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. പപ്പയുടെ അഭിമാനം തകർത്തു കളഞ്ഞ പ്രണയം. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.